ഹലോ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിങ്, ഇൻവെസ്റ്റ്മെന്റ് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉള്ളതാ. കാരണം എന്താ വെച്ചാൽ ഇതേ ഒരു സെയിം സിറ്റുവേഷനിലായിരുന്നു ഞാനൊരു 2 കൊല്ലം മുന്നേക്ക് വരെ. അപ്പം എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, ഇപ്പം എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുകയാണ് ഇതുപോലത്തെ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടോ, ഞാൻ എന്തായാലും അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു മാറും. അങ്ങനത്തെ ഒരു ആളായിരുന്നു ഞാൻ. ഓക്കെ, ഒരു 2 കൊല്ലം മുന്നേ വരെ. പക്ഷെ ഇന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും, നിങ്ങൾ എല്ലാവരും സ്റ്റോക്കിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. കാരണം ആ ഒരു നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞത് നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു. കാരണം ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാ ട്രേഡ് ട്രേഡിങ്ങിലൂടെ എനിക്ക് കിട്ടിയത് 500 റുപ്പീസിന്റെ പ്രോഫിറ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും വെറും 500 റുപ്പീസ് അല്ലേ? കാരണം ഇതിൽ പറഞ്ഞ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അപ്പം എന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് പറ്റാത്തോളം ഒരു മാക്സിമം പ്രോഫിറ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് അതായത് ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് വെറും ഒരു 50 റുപ്പീസ് അല്ലെങ്കിൽ 100 റുപ്പീസ്, കാരണം ഇന്ന് ഞാൻ ഏകദേശം എത്രയാ ഒരു 500 റുപ്പീസിൽ എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത്, 1 ഡേ 500 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എനിക്ക് ചെറിയ കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൈഡായിട്ടുള്ള അതായത് പോക്കറ്റ് മണി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് വെറുതെ അല്ല, നമുക്ക് കുറച്ച് അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം ഇതിനെ പറ്റി പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം വെറുതെ നമ്മളിപ്പോൾ അതിൻ്റെ ടേംസിന്റെ കോംപ്ലിക്കേഷൻ ആയാലും അതിന്റെ കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അതിലേക്ക് നമുക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അപ്പം വെറുതെ പാരൻസിനെ കഷ്ടപ്പെടുത്താതെ, അതായത് പാരൻസിന്റെ അടുത്ത് പോക്കറ്റ് മണി ഒന്നും ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റിയൊരു കാര്യമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിലൂടെ ട്രേഡിങ് ചെയ്യാം, ലോങ് ടേം ആയിട്ട് നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റും ഓരോ സ്റ്റോക്സ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം അറിയില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബിഗിനേഴ്സിനുള്ള കാര്യങ്ങളാണ്, എല്ലാ കാര്യങ്ങളും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു വേൾഡിനെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൂടെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിലൂടെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള വേൾഡിനെ മൊത്തം ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കണ്ടിട്ട് ലാസ്റ്റ് കമന്റ്സിൽ കാര്യങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, ഇനി വൈകിക്കരുത്. കാരണം ഇനി എത്രത്തോളം വൈകുന്നോറും അത്രത്തോളം നമുക്ക് കിട്ടാവുന്ന ഇൻകം കുറഞ്ഞു പോകും. ഓക്കെ, കാരണം ഇത് നമുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു വലിയൊരു ലോകത്തിനെ ഞാൻ ഇവിടെ അത്രയും കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്ലോ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു വേൾഡില് 3 ആൾക്കാരാണുള്ളത്. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ആണ് ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുന്നത്. ഓക്കെ, അപ്പം ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് എന്താ നമുക്ക് ആദ്യം നോക്കാം. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കേരളയിൽ ഒരു ബിസിനസ് ഉണ്ട്, ഒരു ദാസേട്ടൻ നടത്തുന്ന ബിസിനസ് ആണ്. ബിസിനസ് നമ്മുടെ ഈ കുളിർമ സോഫ്റ്റ് ഡ്രിങ്ക്. ഓക്കെ, അപ്പൊ ഈ കുളിർമ സോഫ്റ്റ് ഡ്രിങ്ക് തുടങ്ങിയ പാടെ തന്നെ നല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ബിസിനസ് വളരെയധികം ഗ്രോ ചെയ്തു. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ആ ഒരു ബിസിനസിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ 10 lakh ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് അറിയാലേ, എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു ബെൻസും BMW വാല്യൂ ആയിരിക്കില്ല നമ്മുടെ മാരുതി സുസുക്കിന്റെ വണ്ടികൾക്ക്. ഓക്കെ, നമ്മൾ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റാഡോ, റോളക്സ് അങ്ങനത്തെ വാച്ചിന്റെ ആയിരിക്കില്ല സാധാരണ നമ്മളെ കടയിൽ കിട്ടുന്ന വാച്ചസിന്റെ. ഓക്കെ, അപ്പൊ എന്തൊരു കാര്യത്തിനും വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. അപ്പൊ നമ്മുടെ ദാസേട്ടന്റെ കുളിർമ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ വാല്യൂ നമ്മൾ ഒരു 10 ലക്ഷം എടുത്തു. ഓക്കെ, അപ്പൊ ആ 10 ലക്ഷം എന്ത് ചെയ്തു, ആ വാല്യൂ ആണ്, ആ ഒരു ബിസിനസിന്റെ വാല്യൂ ആണ്. അതെന്ത് ചെയ്തു, നമ്മൾ 100 ഷെയർസ് ആക്കി തിരിച്ചു. അപ്പം ആ ഒരു ഷെയറിന്റെ വാല്യൂ ആണ് ഈ 10,000 രൂപ. ഓക്കെ, അപ്പൊ ഒരു ഷെയർ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തൊരു കാര്യത്തിന്റെയും മൂല്യത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഷെയർ ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്, ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് വെക്കുന്നതെന്ന്. അത് മെയിൻ ആയിട്ടും എന്താ വെച്ചാൽ, ഇപ്പൊ ഈ ദാസേട്ടന്റെ ബിസിനസ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പം ദാസേട്ടന് തോന്നുകയാണ് ഇനി നമ്മളെ ഒരു ബിസിനസ് കുറച്ചും കൂടി ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ദാസേട്ടന് 3 കാര്യം ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? ലോൺ എടുക്കാം. പക്ഷെ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ജപ്തി ചെയ്ത് പോകും. അതായത് ബിസിനസ് ആകെ തകരാറായി പോകും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ദാസേട്ടന് പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. അതായത് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. പക്ഷെ ഇപ്പൊ ആ ഫ്രണ്ട് അത്ര ശരിയല്ലെങ്കിൽ, അതായത് ചിലപ്പോൾ ബിസിനസ്സിൽ ഉഴപ്പുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിപ്പോ നടത്തി കഴിഞ്ഞാൽ അതും ദാസേട്ടൻ എന്ത് ചെയ്യും, ഈ കുളിർമ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബിസിനസ്സിനെ നഷ്ടം ചെയ്യും. പിന്നെ ദാസേട്ടന് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഷെയർസ് എന്ത് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കാം. അതായത് ഒരു കമ്പനിയിൽ ഇപ്പൊ 100 ഷെയർ ഉണ്ടെങ്കിൽ ദാസേട്ടൻ എന്ത് ചെയ്യാണ്, 50 ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കും.
അങ്ങനെ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെയർസിന്റെ വാല്യൂ ദാസേട്ടന്റെ കമ്പനീന്റെ മൂല്യത്തിനനുസരിച്ചുള്ളത് എത്രയാ? 10,000 രൂപയാണ്. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബ്രോക്കേഴ്സ് ഇൻവെസ്റ്റേഴ്സിനോട് പറയും, ഇത്തരത്തില് ദാസേട്ടന്റെ കമ്പനിയിൽ ഷെയർസ് 50 ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുക്കുക നോക്കുക. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുക എന്താ? ഓ, ഇത് ദാസേട്ടന്റെ ബിസിനസ് ആണ്, ഈ അടുത്തിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ബിസിനസ് ആണ് ദാസേട്ടന്റെ, അതായത് നമ്മളടക്കം ഇപ്പോൾ മേടിച്ച് കുടിക്കുന്നുണ്ട് കുളിർമ സോഫ്റ്റ് ഡ്രിങ്ക്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് എന്തായിരിക്കും? അതായത് ഇനി ഫർദർ ഫ്യൂച്ചറിലായാലും ഈ ഒരു ഷെയറിന്റെ മൂല്യം കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ബ്രോക്കേഴ്സിനോട് പറയും, എനിക്ക് ദാസേട്ടന്റെ ഷെയർസ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഓരോ ഷെയർസ്, അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന ലോകം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ദാസേട്ടന്റെ ഷെയർ നമ്മൾ ബൈ ചെയ്യും. എത്ര? 10,000 രൂപയ്ക്ക്. ഓക്കെ, അപ്പൊ ആ ഷെയർ നമ്മളെ കയ്യിലെത്തി. അപ്പൊ ഈ ഷെയർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ 10,000 രൂപ ഇവിടെ ഈ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിൽ എത്തുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ഫണ്ട് റേസ് ആയി കിട്ടി കഴിഞ്ഞാൽ അവരെ ബിസിനസ് വീണ്ടും അവർക്ക് വളർത്താം. അപ്പൊ അതിനെന്ത് ചെയ്യും? അവർക്ക് ലോണിൽ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാർട്ട്ണർഷിപ്പ്, അതിന്റെ ഒരു ബാരിയറും അതിൽ കടന്നു കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന് ഷെയർസ് വിൽക്കുന്നതിലൂടെ ഉണ്ടാവുന്ന ലാഭം. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഈ ഷെയർസ് എടുക്കുന്നതിലൂടെ എന്താ ലാഭം എന്ന്? അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം ഈ ഷെയർ അവർ വാങ്ങിയല്ലോ, ഒരു ഷെയർ അവർ വാങ്ങി. അപ്പൊ ഈ ഒരു ഷെയർ വാങ്ങിയപ്പോൾ ഒരു ഇൻവെസ്റ്റർ വാങ്ങിയപ്പം ഈ കമ്പനീന്റെ ഗ്രോത്ത് കൂടുകയാണെങ്കിൽ ആ ഒരു ഷെയറിന്റെ മൂല്യം വീണ്ടും കൂടും, അല്ലെ? അതായത് ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഷെയറിന്റെ ആ ഒരു കമ്പനീന്റെ മൂല്യം കൂടും, അതോടെ ആ ഷെയർസിന്റെ ഒരു വാല്യൂം കൂടും. അപ്പൊ ഈ 10,000 എന്നുള്ളതിന് അത് കൂടി ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ കൂടാൻ ചാൻസ് ഉണ്ട്. ആ കൂടുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? അത് സെല് ചെയ്യാൻ വെക്കാം. അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അപ്പം ബ്രോക്കേഴ്സിനോട് പറയും, എനിക്ക് ഈ ഷെയർ സെല് ചെയ്യണമെന്ന്. അപ്പൊ ആ ഷെയർ സെല് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുക്കും. അപ്പം ഒരുപാട് വേറെയും ഇൻവെസ്റ്റേഴ്സ് ഒരുപാടുണ്ടാവും. അപ്പൊ അവരും കാണുന്നത് എന്താ? നമ്മുടെ ദാസേട്ടന്റെ ബിസിനസ് വളരുന്നതാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഷെയർ ബൈ ചെയ്യും. ഈ ഷെയർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്താ? ഇപ്പൊ ഒരു 2 ലക്ഷം ആയിട്ടാണ് നമ്മൾ ഷെയർ സെല് ചെയ്യാൻ ബ്രോക്കറിനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം നമുക്ക് എന്ത് ചെയ്യും? ലാഭമായി കിട്ടി. മനസ്സിലായോ? അപ്പം അതാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ലാഭം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചില പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കും. ഡിവിഡൻഡ് അപ്പൊ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, നമ്മുടെ ഈ കമ്പനീസിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് ചെറിയൊരു തുക എന്ത് ചെയ്യും? എല്ലാ മാസവും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യത്തിനാണ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് വാങ്ങുന്നത്. ഒന്ന്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ആ ഷെയർ എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ നമുക്ക് ഓരോ മാസവും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുകയാണ്. ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർ വാങ്ങുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയാം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റ് ആണ് ഉള്ളത്. ഒന്ന് NSEയും ഒന്ന് BSEയും. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പൊ നമ്മുടെ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് വന്നത്. പിന്നീട് വന്നതാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇലക്ട്രോണിക്കലി ഉള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ആ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറ്റി മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം, സെബിനെ പറ്റി പറയാം. അപ്പൊ സെബിനെ പറ്റി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പം ഈ സെബി ആണ് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്. അതായത് പണമിടപാട് നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എല്ലായിടത്തും മണി ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാം? എല്ലാ തട്ടിപ്പ് നടത്താൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതായത് കമ്പനികളായാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും തട്ടിപ്പിന് ഒരുപാട് ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാ? സെബിയാണ്. എല്ലാ ഗൈഡൻസും എല്ലാ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാതും ഉറപ്പ് വരുത്തുന്നത് സെബിയാണ്. സെബിന്റെ കൺട്രോളിലാണ് എല്ലാവരും എന്ത് ചെയ്ത് ഈ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാതും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഈ IPO. ഈ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്തും? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തും. ഓക്കെ, അപ്പൊ ഈ ഷെയർസ് IPO ചെയ്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുക. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്തിട്ട്, അതായത് ഓരോ ഷെയർസ്, അതായത് 50%, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 50% ഷെയർ ആണ് ഇവിടെ IPO ചെയ്തിട്ടുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തിച്ചത്. ഓക്കെ, അപ്പൊ ഈ IPO എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്
ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ ബ്രോക്കേഴ്സിനെ പറ്റി പറയാം. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു, ഈ കമ്പനീസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ബ്രോക്കേഴ്സിനെ പറ്റിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെ കാണുന്ന, അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള 2 ബ്രോക്കേഴ്സ് ആണ് ഏത്, അപ്സ്റ്റോക്കും സെറോദയും. നിങ്ങൾ ഇപ്പം യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും ആഡ്സ് കുറെ കണ്ടിട്ടുണ്ടാവും അപ്സ്റ്റോക്കിന്റെ ഒക്കെ, ഓക്കെ, സെറോദയുടെ ഒക്കെ. ഓക്കെ, അപ്പൊ ഇത് വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ആണ് നമ്മുടെ അപ്സ്റ്റോക്കും സെറോദയും. ഓക്കെ, ഇവര് വഴിയാണ് നമ്മുടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് നടത്താറുള്ളത്. ഓക്കെ, അപ്പം ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടും മനസ്സിലായി. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് വരാം. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്രോക്കർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എവിടെയാണ്, അതായത് നമുക്ക് പൈസ എന്ത് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങണം. അപ്പൊ നമ്മൾ എവിടെ വേണം, നമ്മുടെ പൈസ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഒരു സെക്ഷൻ. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും അല്ലേ, അതായത് സേവിങ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കടന്നു വെച്ചിട്ട് നമുക്ക് അതിന് നേരിട്ട് ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വേണം, ഒരു ഡിമാറ്റ് അക്കൗണ്ടും വേണം. അപ്പൊ ഈ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും നമുക്ക് തരുന്ന ആരാ, നമ്മുടെ ബ്രോക്കേഴ്സാ, അപ്സ്റ്റോക്കും സെറോദയും. ഓക്കെ, അപ്പൊ ഈ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അതായത് ആദ്യം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കും, പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ ഉണ്ടായി കിട്ടും. ഓക്കെ, നമ്മുടെ ഇതുവഴി ബ്രോക്കേഴ്സ് വഴി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഷെയർസ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇടും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഓരോ ഷെയർസ് ബ്രോക്കർ വഴി വാങ്ങേണ്ടത്. ഓക്കെ, ആ വാങ്ങിയ ഷെയർസ് സ്റ്റോർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും നമ്മൾ ഏതൊക്കെ ഷെയർ ബൈ ചെയ്തു. അതായത് ഷെയർ നമുക്ക് 2 രീതിയിൽ ബൈ ചെയ്യാം. ഒന്ന് ഷോർട്ട് ടേം ആയിട്ടും ബൈ ചെയ്യാം, പിന്നെ ലോങ് ടേം ആയിട്ടും ബൈ ചെയ്യാം. അതിൽ ഈ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും നമ്മൾ ബൈ ചെയ്ത എല്ലാ സ്റ്റോക്സും എവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിൽക്കാം, വാങ്ങാം. ഓക്കെ, അപ്പൊ അത് വിറ്റ് കഴിഞ്ഞാലുള്ള പൈസയും കാര്യങ്ങളും എല്ലാ കണക്കും നമുക്ക് ഈ ബ്രോക്കേഴ്സിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഷെയർസ് ഒന്നും വേണ്ട, നമ്മൾ ഷെയർസ് എല്ലാം സെല് ചെയ്തിട്ട് നമുക്ക് പൈസ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനും പറ്റും. ഓക്കെ, അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വഴി നമ്മൾ സേവിങ് അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ എടുക്കുകയും ചെയ്യാം, നമുക്ക് പൈസ ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അല്ലേ, ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിച്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾക്ക് പിന്നീട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്കിവിടെ NSE BSE കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എത്ര കമ്പനീസ്, ഏകദേശം 1600 മേലെ കമ്പനീസ് നമ്മൾ NSE പബ്ലിക്കലി ലിസ്റ്റഡ് ആണ്. നമ്മൾ BSE ആണ് ആദ്യം വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഏകദേശം 5000-ഓളം കമ്പനീസ്, അതിന്റെ മേലെ കമ്പനീസ് ലിസ്റ്റഡ് ആണ് നമ്മളെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഓക്കെ, അപ്പം കമ്പനീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസും പബ്ലിക്കലി ലിസ്റ്റഡ് ആവണമെന്നില്ല. അതിന് കുറെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇയാൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള കമ്പനീസ് ആയിരിക്കും നമ്മുടെ NSEയിലും BSEയിലും ഉണ്ടാവുക. ഓക്കെ, അതിലിപ്പം NSE, അപ്പം ഈ നിഫ്റ്റിയും സെൻസസും നമ്മൾ കുറെ കേൾക്കുന്നതാണ്. നമ്മൾ ട്രേഡുമായിട്ട്, നമ്മൾ ബിസിനസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി എന്താ, സെൻസസ് എന്താ. അപ്പം അതും കൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കേട്ടോളൂ. അത് ഞാൻ പറയുകയാണെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയും. നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NSEന്റെ ഇൻഡെക്സ് ആണ്. സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BSEന്റെ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻഡെക്സ് എന്താന്ന്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് NSEയിലും BSEയിലും ഉള്ള കമ്പനീസിന്റെ വാല്യൂഷൻ കണക്കാക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് NSEന്റെ എടുത്ത് നോക്കാം. നിഫ്റ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 50, അതായത് 50 കമ്പനീസ്, അതായത് NSEയിൽ പബ്ലിക്കലി ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള 50 റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ പെർഫോമൻസ് നോക്കും. അതായത് ഒരു ദിവസത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ 2 ദിവസത്തെ പെർഫോമൻസോ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു വിലയിടും. ആ ഒരു വാല്യുവേഷൻ ചെയ്യും. ആ ഒരു വാല്യുവേഷനാണ് ഇൻഡെക്സ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ചില സമയത്ത് നിങ്ങൾ കാണാറുണ്ട് നിഫ്റ്റി വളരെയധികം താഴോട്ട് പോയി. അതായത് ഈ ടോപ്പായിട്ട് NSEയിലുള്ള ടോപ്പായിട്ടുള്ള 50 കമ്പനീന്റെ എന്ത് ചെയ്യും, വാല്യുവേഷൻ, അതായത് അന്നത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി താഴെ പോയി എന്ന് പറയുന്നത്. അതായത് നിഫ്റ്റി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 കമ്പനീസും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട്
അത്രയും ടോപ്പ് പെർഫോമൻസ് ആണെങ്കിലാണ് ഇൻഡെക്സ് കൂടും, അതായത് നിഫ്റ്റി കൂടും. ഓക്കെ, സെയിം സാധനമാണ് ഇവിടെ ഉള്ളത്. സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനെയാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 50 കമ്പനി ആണെങ്കിൽ ഇത് നമ്മൾ 30 കമ്പനീസ്, ടോപ്പ് ആയിട്ടുള്ള 30 കമ്പനീസിന്റെ പെർഫോമൻസ് വാല്യൂഷൻ ചെയ്യുന്നതാണ് ഈ ഇൻഡെക്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിലുള്ള എല്ലാ കാര്യം ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം, അത്ര എളുപ്പത്തിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളാണിത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഒരു താല്പര്യം വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇനി എന്നോട് ഡൗട്ട് ചോദിക്കാം. അപ്പൊ ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു ഫണ്ടമെന്റൽ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വേൾഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി ഞാൻ പറയില്ല, എന്നാലും ഒരു ധാരണ ലഭിച്ചു. ഇനിയിപ്പോൾ ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അവരുമായിട്ട് സംസാരിക്കാനും കറക്റ്റ് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് സർക്കിളുമായി ഡിസ്കസ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ പലരുടെയും സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാനും അതും നമുക്ക് നമ്മുടെ ട്രേഡിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഫെർദർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റും ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് നമുക്ക് ഇനി വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.